അതാ താഴത്തേക്ക് പോയിട്ടോ ഏതാ ഡയറ്റ് ഇന്ത്യയിലാരും വലിയ ഡയറ്റാണുള്ളത്. ഒരു ഹോട്ടലാട്ടത്. മുട്ട വന്നിട്ടോ. അപ്പൊ അസറു ഓരോ സുഹൃത്തുക്കളെ ഓരോരുത്തരെ ആലിംഗനം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ നബീലിനോട് വിശേഷങ്ങൾ ചോദിക്കുന്നു, നിഹാലിനോട് വിശേഷങ്ങൾ ചോദിക്കുന്നു. ആരായിരുന്നു നബീലിന്റെ കുസൃതി നുള്ളുകളിൽ അസറു ഉൾപ്പുളകം കൊള്ളുന്നു. സൽമാൻ എത്തിയ പൊറോട്ടയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇതാ ഒരു മുട്ടതാ ബാസിലിത. ഞങ്ങൾ സൗന്ദര്യാസ്വാദക പ്രേമികളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തല്ലുകൂടിയാണ്. അവസാനം മുട്ട എടുത്ത് തിന്നുന്നു. നബീലിന്റെ മുട്ട അവിടെ കുടുങ്ങിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇന്നത്തെ സന്തോഷം വരും ദിവസങ്ങളിൽ സന്തോഷം ഇന്ന് രാത്രിത്തെ കളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അസർ പറയണത്. എന്തായാലും നമുക്ക് കണ്ടറിയാം സുഹൃത്തുക്കളെ. നേരെ വന്ന് ഇടുകയാണ് അർജന്റീന. ഇന്ന് സുഹൃത്തുക്കൾ എന്താ വെച്ചാൽ ചെക്കന്മാരെല്ലാരും ആരെയാണോ ഇവര് സപ്പോർട്ട് ചെയ്യണത് ആ ടീം തോറ്റു പോവാണ്. അപ്പൊ ഇന്നിപ്പോ എല്ലാരും വലിയ സപ്പോർട്ട് ചെയ്യണ അർജന്റീനയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാരും അർജന്റീന ജേഴ്സി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പൊറോട്ടയ്ക്ക് ദേശീയ ഭക്ഷണം ചപ്പാത്തി പൊറോട്ട ചപ്പാത്തി ഇട്ടോ. എന്തിനാണ് നാട്ടിൽ വന്നതിന്റെ ലക്ഷ്യം? ചില പരിപാടികൾ കൂടാൻ, ചിലതാടാനും, ചിലതൊക്കെ കൂടാനും, ചിലതൊക്കെ പാടാനും, കൂടി ആടാനും. ആറ് പരിപാടി പറഞ്ഞോ? പറയണ്ട. അങ്ങനെ ഊഹിച്ചെടുത്തോട്ടെ. എന്തായി പരീത്ത പരിപാടികളൊക്കെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു? പേരപ്പണി കഴിഞ്ഞിട്ട് അവിടെ ഒരു കല്യാണം കൂടാൻ പറ്റുന്നു. ടൈം എടുക്കും. അപ്പൊ എന്തായാലും നമ്മളെ ആദരണീയനായ അസർ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഫസൽ അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെല്ലാ സുഹൃത്തുക്കളും കൊണ്ടോട്ടിയിലെ എല്ലാ സുഹൃത്തുക്കളും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമുക്ക് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണാം. ഫുഡ് ഓരോന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. ബീഫ് എത്തി, കോഴി എത്തി, മറ്റേ മാംഗോ കറി എത്തി. ഉറക്കപ്പിച്ചിലെല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കഴിച്ചു കണ്ട് ഡയറ്റ് അങ്ങനെ പൊട്ടിച്ചാ എരു കൂട്ടിയില്ല. ഭയങ്കര ഇതൊക്കെ അമേരിക്കക്കാര് പറഞ്ഞേ. അപ്പൊ എന്തായാലും ചായ അടിച്ചുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ സുഹൃത്തുക്കളെ ചായയും പരിപാടികളൊക്കെ ആയി. എല്ലാരും ചായ കുടിച്ചിരിക്കുകയാണ്. ആരാ? ഞാനല്ലട്ടാ. ഭയ്യ ജർമ്മനി. പക്ഷെ ഞാൻ കുറെ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല. സപ്പോർട്ട് ചെയ്യണില്ല ടീം. സപ്പോർട്ട് ചെയ്യണില്ല. ഞാൻ അതിന്റെ ഇന്നർ പൊളിറ്റിക്സിൽ ഞാൻ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടല്ല ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത്. ഞാൻ വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? नाम क्या है आपका? नूर मोहम्मद. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇതാ ലോകകപ്പ് ചർച്ചകളിലേക്ക് മുറുകയാണ്. എല്ലാവരും അർജന്റീനയുടെ വേഷം കെട്ട റെഡിയായി നിൽക്കുകയാണ് നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും. എന്റെ ഒരു അഭിപ്രായത്തിൽ മെസ്സി ഒരു ഹാട്രിക് അടിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന. മെസ്സി ഒരു ഹാട്രിക്, ഓട്ടോമെന്റ് 2 ഈ പ്രാർത്ഥന ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോണ്ടിരിക്കേനി. മെസ്സി ജയിക്കണേ എന്നുള്ള പ്രാർത്ഥന ബ്ലോഗിൽ എടുക്കാൻ പറ്റില്ല. ഇന്നെന്താ ഓട്ടോമെന്റിനെ 70 മിനിറ്റിൽ ഇറക്കിക്കാണ്ട് ആരികനൊക്കെ പൂട്ടും. ആ 70 മിനിറ്റ് വരെ ആരികനെ ആര് പൂട്ടും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്.
പക്ഷെ മെസ്സി ഇന്നൊരു ഹാട്രിക് അടിക്കണം. ഇന്നത്തെ അർജന്റീനന്റെ കളി ഇന്ന് അർജന്റീന ജയിക്കണം. ആര് ജയിക്കണം? ഇന്ന് നമ്മളൊരു അവലോകനം വെച്ചിട്ട് ഇംഗ്ലണ്ട് ജയിക്കാനാണ് സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം പ്രകടനം അർജന്റീന കാഴ്ച ഉള്ളെന്ന് പറഞ്ഞത് ഇംഗ്ലണ്ട് എന്തായാലും പൊട്ടിച്ചു. അത്രത്തോളം പ്രകടനം അർജന്റീന കാഴ്ച വെക്കണം. അത് കഴിഞ്ഞ കളി വെച്ചിട്ട് അർജന്റീന കാഴ്ച വെക്കണോടത്ത് കല്ലത് പോക്ക്. ഞങ്ങളിത് പറയാനുള്ള കാരണം അർജന്റീന ജയിക്കാനല്ലോ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ടീമൊക്കെ തോറ്റു. ഇന്ന് അർജന്റീന ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് ഒരു കാര്യമുണ്ട്, ഈ വേൾഡ് കപ്പിൽ നല്ല കളി കളിക്കുന്ന ടീമുണ്ട്. അത്ര കളി എന്തായാലും അർജന്റീന കളിച്ചിട്ടില്ല. അപ്പൊ ഈ കളി വെച്ചിട്ട് കപ്പടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലെ സ്പെയിൻ കളിച്ച കളി ഏതാ കളി കളിക്കണോ? ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് വിലയിരുത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇന്നാണ് അർജന്റീനക്ക് നല്ല ടീമിനെ കിട്ടുന്നത്. ചിലപ്പോ നല്ല കളി അർജന്റീന കളിക്കുകയാണെങ്കിൽ ഒരു കപ്പടിക്കണം. അത് കളിക്കുകയാണെങ്കിൽ അല്ല തട്ടിമുട്ടി ഇങ്ങനെ അങ്ങോട്ട്. കൊട്ടുകാര സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണേ. ബസ് ഉണ്ടാവില്ലേ? അപ്പൊ ഇംഗ്ലണ്ട് ജയിക്കാൻ ചാൻസ്. ആരെയൊക്കെ ജയിച്ചല്ലേ? ആര്യാടനോ? ഇലക്ഷൻ അല്ല ചങ്ങായി, വേൾഡ് കപ്പ്. ഇംഗ്ലണ്ട് ജയിക്കണം എന്നാണ് നമ്മളൊരു ആഗ്രഹം. ഈ ആര് ജയിക്കും എന്നിങ്ങനെ എപ്പോഴും പറയാൻ പറ്റില്ല. ജയിക്കുന്നവർ ജയിക്കും, തോൽക്കുന്നവർ തോൽക്കും. ഇന്ന് ഇംഗ്ലണ്ട് ജയിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ അർജന്റീന ജയിക്കും. ഇന്ന് അർജന്റീന വരട്ടെ, എന്നിട്ട് ഫൈനലിൽ തോപ്പിച്ചു കൊടുക്കാം. ഓ അങ്ങനെ നൈസായിട്ട് ഇന്ന് അർജന്റീന ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് എന്റെ ഫേവറേറ്റുകളിൽ ആരും ബാക്കിയില്ല. ഇപ്പം എല്ലാ ടീമും പോയി. ഇപ്പൊ എനിക്കിപ്പോ ഉള്ളതിൽ ഫേവറേറ്റ് ആയിട്ട് രണ്ടാൾക്കാരെ ഇനിയിപ്പോ നിലവിലുള്ളൂ. ഒന്ന് ഹാരി കെയ്ന്, രണ്ട് മെസ്സിയാണ്. ഈ രണ്ട് പ്ലേയേഴ്സും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യണ, ഞാൻ ഒരുപാട് കാണാൻ ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സിൽ രണ്ടാൾക്കാരാണ്. സോ ആരെങ്കിലും ഒരാൾ വിൻ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്ത് നടക്കുമെന്ന് അറിയില്ല. എന്തായാലും വണ്ടി കയറാം. വരൂ, കടന്നു അമലേട്ടാ. അയ്യോ